ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ട ഒരു സന്ദേശത്തിൽ ഒരു സുവിശേഷ പ്രഘോഷകൻ വേദിയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എനിക്ക് ആവശ്യമായവ നൽകിയില്ലെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ പിറുപിറുത്താൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഞാൻ തടയും. നിങ്ങളുടെ ജീവിതാഭിവൃദ്ധിയെ തടയാൻ എനിക്ക് കഴിയും. ഞാൻ മുഖേന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തടഞ്ഞു വെക്കാനും എനിക്ക് ശേഷിയുണ്ട്. ഭീഷണി കലർന്ന ഒരു സ്വരം സുവിശേഷ വേദിയിൽ നമ്മൾ കേൾക്കാം. ഇത് ഒരാളുടെ മാത്രം കാര്യമായി കരുതേണ്ടതില്ല. അനേകർ ഇത്തരത്തിൽ തങ്ങളെ തന്നെ ദൈവമായും ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ഇടനിലക്കാരായും പ്രഖ്യാപിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അത്തരക്കാരെ ആൾദൈവങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുക. അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്കുള്ള വിദഗ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട ചില സുവിശേഷ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. അതേപോലെ തന്നെ രോഗശാന്തി വിദഗ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടവർ, പരസ്യമായി പോസ്റ്ററുകളിൽ വരെ രോഗശാന്തി വിദഗ്ധൻ ഇന്നയാൾ ശുശ്രൂഷ ചെയ്യുന്നു എന്ന പരസ്യങ്ങൾ. വാസ്തവത്തിൽ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു ഇടനിലക്കാരനുള്ളൂ. യേശുവാണ് ഏക മധ്യസ്ഥൻ. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ അവൻ മാത്രം. എഫെസ്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം പറയും, അവൻ നമ്മുടെ സമാധാനമാണ്, ശത്രുതര മതിലുകൾ തകർക്കുകയും ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. സത്യമനുഷ്യനും സത്യദൈവവുമായ ക്രിസ്തു ദൈവത്തിന്റെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കുകയും മനുഷ്യന്റെ ബലഹീനതയോട് ചേർന്ന് നിൽക്കുകയും തന്റെ ശരീരത്തിൽ ദൈവത്തെയും മനുഷ്യനെയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ മാധ്യസ്ഥം യഥാർത്ഥത്തിൽ മനുഷ്യനെ ദൈവമാക്കുന്നതാണ്, മനുഷ്യനിലുള്ള ദൈവത്തെ വെളിപ്പെടുത്തുന്നതാണ്. വിശുദ്ധാത്മാക്കളെ മധ്യസ്ഥരായി നമ്മൾ കാണും. അവരുടെ ജീവിതം കൊണ്ട് ക്രിസ്തുമാർഗത്തിൽ അവർ പുരോഗമിച്ചു. അങ്ങനെ തങ്ങളുടെ ജീവിതം ഉപേക്ഷിക്കുക വഴി ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിനെ അവതരിപ്പിച്ചവരാണവർ. ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ ഈ ലോകത്തിന് അനുഭവപ്പെടുത്തിയവർ. ആ വഴി യഥാർത്ഥത്തിൽ ക്രിസ്തുവിലൂടെയുള്ളതാണെന്നും അവരിലൂടെ വെളിപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹമാണെന്നും ഉറപ്പിക്കുമ്പോഴാണ് തിരുസഭ അവരെ വിശുദ്ധാത്മാക്കളായി പ്രഖ്യാപിക്കുക. പരിശുദ്ധമയും അനേകം വിശുദ്ധരും നമുക്കുണ്ട്. അവരോടൊക്കെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മൾ. വാസ്തവത്തിൽ തങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി ഉപേക്ഷിക്കുക വഴി ദൈവത്തെ പ്രതി ലോകത്തോട് സ്നേഹത്തിൽ വർത്തിച്ച അത്തരം വിശുദ്ധാത്മാക്കൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നത് ക്രിസ്തു സ്നേഹത്തിന്റെ അനർഗളമായ പ്രവാഹം നിരന്തരതയാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ വിശുദ്ധാത്മാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ സഹന നിമിഷങ്ങളെ ക്രിസ്തുവിൽ എങ്ങനെയാണ് അനുഭവിച്ചത്, എന്ത് മനോഭാവത്തോടെയാണ് അവർ ജീവിച്ചത്, എങ്ങനെയാണ് അവർ അതിജീവിച്ചത് എന്നത് നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് അവർ വിശുദ്ധ മാതൃകകളാണ്. ആ വഴിയിലൂടെ പുരോഗമിച്ച് അവർ വിശുദ്ധ സഭയിൽ എത്തിച്ചേർന്നു. അങ്ങനെ വിജയീഭവിച്ചവർ ദൈവസന്നിധിയിലുണ്ട്. അവർ നമുക്ക് ബലം പകരുന്നവരാണ്. കാര്യം കാണാനുള്ള ഉപാധിയായി അവരെ തരം താഴ്ത്തുകയല്ല വേണ്ടത്. അവരുടെ വഴിയിലൂടെ ക്രിസ്തുവിനോട് കൂടുതൽ ഐക്യപ്പെട്ട് ജീവിക്കാൻ ബലപ്പെടുകയാണ് വേണ്ടത്. ആനുകാലിക ലോകത്ത് അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കും. അവരുടെ ഓർമ്മയും അവരുടെ ജീവിത പ്രവർത്തികൾ ലോകത്തിന് നൽകിയ ക്രിസ്തു സ്നേഹത്തിന്റെ വെളിച്ചവും ഈ അത്ഭുത പ്രവർത്തികളിലൂടെയൊക്കെ വെളിപ്പെടാറുണ്ട്. അവർ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ശക്തി നൽകുന്ന മധ്യസ്ഥരാണ്. നമ്മുടെ മാനുഷികതയെ ക്രിസ്തുവിനോട് എങ്ങനെ അനുരൂപപ്പെടുത്താം എന്ന് നമ്മെ പഠിപ്പിക്കുന്നവരാണ്. അത് അർത്ഥമില്ലാത്ത കാര്യമല്ല. പക്ഷെ അവരാരും ജീവിച്ച കാലത്ത് തങ്ങൾ വിശുദ്ധാത്മാക്കളാണെന്നോ തങ്ങളിങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ് എന്നോ ലോകത്തോട് പറഞ്ഞിട്ടില്ല. പലരും തങ്ങളുടെ ജീവിതത്തിലൂടെ അനേകർ സൗഖ്യം പ്രാപിക്കുന്നത് അറിയുക പോലും ചെയ്തിട്ടില്ല. വിശുദ്ധ ബർണദീത്തെ നമുക്ക് ഓർക്കാം. പരിശുദ്ധ ദൈവമാതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒരു തുണ സഹോദരിയായിട്ടാണ് അവൾ സന്യാസത്തിൽ പ്രവേശിക്കുന്നത്. രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ അനേകർ അവളെ വന്ന് കണ്ട് അവളുടെ സ്പർശനമേറ്റ് സുഖപ്പെടുന്നുണ്ട്. അവളത് അറിയുന്ന പോലുമില്ല. അവൾ കിടക്കുന്ന കിടപ്പുമുറിയിൽ ഒരു ശിശുവിനെ കൊണ്ടുവന്ന് അവളുടെ തലയിണയിൽ ഒന്ന് സ്പർശിച്ചിട്ട് പോവാം. ആ കുഞ്ഞു സുഖം പ്രാപിക്കുന്നു. ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കുന്നവർ ഈ ലോകത്തിന് മുമ്പ് വെളിപ്പെടുത്തിയത് സ്വയമുപേക്ഷയുടെ വഴിയാണ്. ആ വിശുദ്ധാത്മാക്കളുടെ മാർഗത്തിലൂടെ പുരോഗമിക്കാൻ നമുക്കും കഴിയും എന്ന ഓർമ്മയും അവരുടെ പ്രവൃത്തികൾ നമുക്കും അനുകരിക്കാം എന്ന സന്ദേശവുമാണ് ഓരോ വിശുദ്ധാത്മാക്കളും നമുക്ക് നൽകുന്നത്.
പുണ്യപൂർണതയുടെ ആ മാർഗത്തിലൂടെ ചരിക്കാൻ അവരുടെ ജീവിതം നമുക്ക് ബലം പകരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരോട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. ഈ മധ്യസ്ഥതയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ തന്നെയാണ് തങ്ങൾ തന്നെയാണ് ദൈവാനുഗ്രഹത്തിന്റെ ഹോൾസെയിലേഴ്സ് എന്ന് പ്രഖ്യാപിക്കുന്നത്. ആൾ ദൈവങ്ങളായി സ്വയം ചമയുന്നവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. ബാല്യകാലത്ത് പുട്ടപർത്തിയിൽ ഒരു സായിബാബയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. താൻ തന്നെ ദൈവമാണെന്ന് ലോകത്തോട് പറഞ്ഞ ഒരാൾ. ദൈവാവതാരമായി സ്വയം കരുതുകയും അത് പ്രചരിപ്പിക്കുകയും അനേകരെ വിശ്വസിപ്പിക്കുകയും ചെയ്ത് കടന്നുപോയ അത്തരം ആളുകൾ. കേരളത്തിലും സമാനമായ സ്വഭാവമുള്ള ദൈവത്തിന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ സകല മനുഷ്യരും ദൈവം തന്നെയാണ് എന്ന കാര്യമാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത്. ദൈവത്തിന്റെ വചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു. മനുഷ്യത്വത്തിന്റെ നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് മനുഷ്യരെ പ്രവേശിപ്പിക്കാൻ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി ബലിയായി മാറിക്കൊണ്ട് ക്രിസ്തു ദൈവ മനുഷ്യ ഐക്യം സാധ്യമാക്കി. അതുകൊണ്ട് നമ്മളിനി അന്യരോ പരദേശികളോ അല്ല, ദൈവഭവനത്തിലെ അംഗങ്ങളാണ്, ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. അവിടെ നിന്ന് തന്റെ ജീവാർപ്പണം വഴി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി ആ ആത്മാവ് മുഖേന ആബാ പിതാവേ എന്ന് പിതാവിനെ വിളിക്കാൻ നമുക്ക് കഴിയും. ക്രിസ്തുവിലായിത്തീരുന്ന ഓരോരുത്തരും ഈ വെളിച്ചത്തിലേക്ക് വരേണ്ടതാണ്. ആ വെളിച്ചം ലോകത്ത് പ്രകാശിപ്പിച്ചവരെയാണ് വിശുദ്ധാത്മാക്കളെന്ന് നമ്മൾ വിളിക്കുക. നമ്മുടെ ബലഹീനതകൾ അവർ തുണയാണ്. നമ്മുടെയൊക്കെ ജീവിത സഹനങ്ങളിൽ നാം നഷ്ടധൈര്യരായി പോകുമ്പോൾ ഈ സഹന വഴികളിലൂടെയൊക്കെ കടന്നുപോയി പരിപൂർണത പ്രാപിച്ച വിജയസഭയിലെ അംഗങ്ങളോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാനുള്ള ബലത്തിന് വേണ്ടിയാണ്. ഇന്ന് അവർ മൂർത്തികളായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. അവർ മുഖേന കാര്യങ്ങൾ സാധിച്ചു കിട്ടും എന്നതാണ് ഇന്ന് വിശുദ്ധരെ നമ്മൾ അഭയം പ്രാപിക്കാൻ ഇടയാകുന്നത്. അത് വാസ്തവത്തിൽ എത്രത്തോളം അർത്ഥവത്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ജീവിതം സ്വയം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയ നിസ്വരായ അത്തരം ആത്മാക്കളെ നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യസാധ്യത്തിനുള്ള ഉപകരണങ്ങളാക്കി അധപ്പതിപ്പിക്കുന്നു. അത് ക്രിസ്തുമാർഗത്തെ ദുഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. അവർ വഴി അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് അവരിപ്പോഴും ജീവിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ എന്ന ഉറപ്പ് നൽകാൻ വേണ്ടിയാണ്. ഇങ്ങനെ ക്രിസ്തുമാർഗത്തിലൂടെ പുരോഗമിക്കുന്നവർക്ക് നിത്യതയുണ്ടെന്നും അവർ ദൈവസന്നിധിയിലാണെന്നും ഉറപ്പിക്കാൻ വേണ്ടിയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത്. അത് അവർക്ക് മെച്ചമുള്ള കാര്യമല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് കഷ്ടതയും ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിച്ച് കടന്നുപോയ ആളുകൾ, രക്തം ചിന്തിയവർ, മരണശേഷം അവർക്ക് നമ്മൾ സ്തുതി ചെല്ലുന്നത് കൊണ്ട് അവർക്ക് മെച്ചമൊന്നും കിട്ടാനില്ല. പക്ഷെ അവരുടെ മാർഗം ശരിയായിരുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് കരുത്തു പകരും. നമ്മുടെ ജീവിതത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയുമെന്ന് പറയുന്നത് അവർ ദൈവസന്നിധിയിൽ ഇപ്പോഴും ജീവിക്കുന്നവരാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഭൗതിക ലോകത്ത് തങ്ങളുടെ ജീവിതത്തിനിടയിൽ സ്വയം ദൈവമായി അവതരിപ്പിക്കുകയും അനുഗ്രഹം നൽകുന്നവരാണ് തങ്ങളെന്ന് ലോകത്തെ ധരിപ്പിക്കുകയും വഴി ഈ ലോകത്തിന്റെ എല്ലാ ഭൗതിക നേട്ടങ്ങളെയും ആർജിച്ചെടുക്കുകയും ആരാധിക്കപ്പെടേണ്ടവരാണ് തങ്ങളെന്ന നിലയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. അവരാണ് ആൾ ദൈവങ്ങൾ. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരിലും ദൈവം പ്രവർത്തിക്കുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. ക്രിസ്തു മാർഗത്തിലൂടെ പുരോഗമിക്കുമ്പോൾ ഈ ക്രിസ്തുവിനെ തിരിച്ചറിയാനും പിതാവിന്റെ സ്നേഹത്തിന്റെ ഭാഗവാക്കുകളാകാനും നമുക്ക് കഴിയും എന്ന് മാത്രമല്ല, ക്രിസ്തു സ്വയം സമർപ്പിച്ചതുപോലെ സ്വയം സമർപ്പിക്കാനും നമുക്ക് കഴിയും. അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമാകാൻ പറ്റും. വിശുദ്ധ മത്തായി സുവിശേഷം 20:28 വിശുദ്ധ മർക്കോസ് സുവിശേഷം 10:45 അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് മോചന ദ്രവ്യമാകുവാനും വേണ്ടിയാണ് താൻ വന്നിട്ടുള്ളത്. അതുപോലെ ആയിത്തീരേണ്ടവരാണ് നമ്മൾ. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് അവരന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കാനാണ്. ആ അർപ്പണം വഴി അനേകർക്ക് വെളിച്ചമായി മാറാൻ നമുക്ക് കഴിയും. ആനുകാലിക ലോകത്ത് ക്രിസ്തുവിന്റെ പരിമളമായി മാറാനും നമുക്ക് കഴിയും. ശുശ്രൂഷകരായി സ്വയം കരുതുന്നവരും ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടവരും യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത് ഈ സത്യമാണ്. അത് മറന്ന് തങ്ങൾ ആരാധിക്കപ്പെടേണ്ടവരായി സ്വയം കരുതുകയും അല്ലെങ്കിൽ ആരാധിക്കപ്പെടേണ്ടതിനായി തങ്ങളെ തന്നെ വിശുദ്ധരായും അത്ഭുത പ്രവർത്തകരായും വെളിപ്പെടുത്തുന്നത്
ദൈവത്തെ അവമതിക്കലാണ്, ക്രിസ്തു മാർഗത്തിൽ അപഭ്രംശം സൃഷ്ടിക്കലാണ്. ചിലപ്പോഴൊക്കെ ആളുകൾ കരുതും പുരോഹിതർ ഇങ്ങനെ ഇടനിലക്കാരാണ്. പുരോഹിതർ ഇടയന്മാരാണ്. ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കുകയാണ്. ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആ മഹാപുരോഹിതൻ യേശുക്രിസ്തുവാണ്. മഹാപുരോഹിതനായ യേശുക്രിസ്തു തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ചതുപോലെ, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി മോചനദ്രവ്യമായി മാറിയതുപോലെ, സ്വയം ഉപേക്ഷ വഴി ജീവിതം അർപ്പിക്കാനാണ് പൗരോഹിത്യം വിളിക്കപ്പെടുന്നത്. ക്രിസ്തുവിനുള്ള പൗരോഹിത്യത്തിന്റെ പ്രത്യേകത അത് സ്വയം ഉപേക്ഷയുടേതാണ്. അത് എന്തെങ്കിലും ശ്രേഷ്ഠത സ്വയം പ്രഖ്യാപിക്കുന്നതല്ല. അത് സ്വയം ഉപേക്ഷ വഴി തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയും ആ സമർപ്പണത്തിന്റെ ഭാഗമായി ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി യാഗമായി കാഴ്ചവെക്കുകയും ചെയ്യുന്നത്. ഫെബ്രുവരി 4:14 അത് പറയുന്നുണ്ട്. സ്വർഗത്തിലേക്ക് പോയ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ആ മഹാപുരോഹിതന്റെ ദൗത്യം എന്താണ്? സ്വയം ഉപേക്ഷയാണ്. ഒരു ശ്രേഷ്ഠതയും ഭൂമിയിൽ ലഭിക്കാതെ പോയ ഒരാളാണ് ക്രിസ്തു. സ്വന്തം ജീവിതം യാഗമായി അർപ്പിച്ച് പരിഹാരബലിയായി മാറുക വഴി ലോകത്തോട് സ്നേഹം പ്രഖ്യാപിച്ചയാൾ. ആ വഴിയാണ് പൗരോഹിത്യം. ഇടയധർമ്മമാണ്. ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഇടനിലക്കാരനായിട്ടല്ല. സഭാസമൂഹത്തെ ശുശ്രൂഷിക്കുമ്പോഴും ലോകത്തെ ശുശ്രൂഷിക്കുമ്പോഴും പുരോഹിതൻ ചെയ്യുന്ന പ്രവൃത്തി സ്വയം ഉപേക്ഷയുടേതാണ്. അവനവനെ വർജിക്കലാണ്. സ്വന്തം ജീവിതത്തെ നിസ്സാരമായി കണക്കാക്കുകയും അവരന് വേണ്ടി ജീവിതമർപ്പിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോഴാണ് പൗരോഹിത്യം അതിന്റെ ധർമ്മത്തിൽ പുരോഗമിക്കുക. യോഹന്നാൻ 10:11 അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇടയനാണ്, ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഓരോ പുരോഹിതനും ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാന ഭാവം ക്രിസ്തുവിലാണ്. അത് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കലാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്, ഞാൻ അടിമകളുടെ അടിമയാണ്, എല്ലാവരെയും ശുശ്രൂഷിക്കുന്നവനാണ്. ശുശ്രൂഷ പൗരോഹിത്യം എന്നത് യഥാർത്ഥത്തിൽ അവകാശ അധികാരങ്ങളും ആധിപത്യ സ്വഭാവമുള്ളതല്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുന്ന രീതിയാണ്. ജീവിതം എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാം എന്നതിന്റെ പാഠമാണ് ഓരോ പുരോഹിതനും സന്യാസിയും നമുക്ക് നൽകുന്നത്. സ്വന്തം ജീവിതത്തെ നിസ്സാരമായി പരിഗണിക്കുകയും അവരോന്മുഖമായി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ യാഗമായി അർപ്പിക്കുകയും ചെയ്യുന്നവർ. വെളിപാട് 20:6 പറയും, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുചേരുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്, മരണത്തിന് അവരെ സ്പർശിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് മരണത്തിന് അവരെ സ്പർശിക്കാൻ കഴിയാത്തത്? അവർ തങ്ങൾക്ക് തന്നെ മരിച്ചവരാണ്. ക്രൈസ്തവരെന്ന നിലയ്ക്ക് ഞാനും നിങ്ങളും നമ്മിൽ തന്നെ മരിക്കുകയും ക്രിസ്തുവിൽ ഉദ്ധിതരാകുകയും ചെയ്യേണ്ടവരാണ്. അപ്രകാരമായി തീരുമ്പോൾ മരണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. ഒരു ആധിപത്യത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും പൗരോഹിത്യത്തിൽ പങ്കുചേരുക വഴി അവർ 1000 വർഷം ജീവിക്കും. നിത്യത അവകാശപ്പെടുത്തുകയാണ് അത് വഴി എന്നാണ് വചനം നമ്മോട് പറയുന്നത്. ഇത് കേവലം ഭൗതികമായൊരു അനുഭവമല്ല. ഈ ജീവിതകാലത്ത് എന്തെങ്കിലും മേന്മ അതുകൊണ്ട് ലഭിക്കില്ല. അത്തരം സന്ദർഭത്തിൽ ക്രിസ്തുവിനെ പ്രതി ശുശ്രൂഷകരായി മാറുന്ന ആളുകൾ ആൾദൈവങ്ങളായി സ്വയം അവതരിക്കുകയും തങ്ങളെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും. തിരുസഭയിലും ക്രൈസ്തവ സമൂഹങ്ങളിലും ഇത്തരം ആൾദൈവങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ആൾദൈവങ്ങൾ ഒരു 30 കിലോമീറ്റർ ചുറ്റളവിൽ ഒരാളുണ്ടെന്ന നിലയ്ക്ക് വന്നിട്ടുള്ളൊരു കാലമാണ്. വിവിധ മതവിശ്വാസങ്ങളിൽ ഈ ആൾദൈവങ്ങളെ നമുക്ക് കാണാം. എന്നാൽ ഒരു മതമല്ലാതിരിക്കുകയും ദൈവത്തെ അവരിൽ ദർശിക്കാൻ പഠിപ്പിക്കുകയും ഓരോ മനുഷ്യനും ക്രിസ്തുവാണെന്ന ബോധ്യത്തിൽ അവരെ ശുശ്രൂഷിക്കുകയാണ് ദൗത്യമെന്ന ബോധത്തിൽ ഈ ഭൂമി ജീവിക്കാൻ വിളിക്കപ്പെടുകയും ചെയ്യുന്ന തിരുസഭയ്ക്കകത്ത് അത്തരം ആൾദൈവങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ ആൾദൈവങ്ങൾ അപ്രഖ്യാപിതമായി തങ്ങളെ തന്നെ ലോകത്തിന് മുമ്പിൽ അനുഗ്രഹദാതാക്കളായി സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഒരു പുരോഹിതൻ പറയുകയാണ്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ പൗത്രിയെ താൻ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിശുദ്ധാത്മാവും ക്രിസ്തുവിനെ പ്രതി ജീവിതം അർപ്പിച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ഒരാളും തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായ ആളാണത് വെളിപ്പെടുത്തേണ്ടത്. എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ വീരസ്യം പറയുന്നവനായി മാറുന്നത് എന്ന് ശുശ്രൂഷകൻ ആലോചിക്കുന്നില്ല. ഇത് ഒരാളുടെ മാത്രം കാര്യമല്ല. നിരവധി ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ വന്ന അത്ഭുതങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയും. ആ അത്ഭുതങ്ങളൊക്കെയും അവരൻ തങ്ങളിലൂടെ ദൈവത്തെ അനുഭവിച്ചു, അവർ സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ തങ്ങൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്, സെപ്പറേറ്റഡ് ആണ്, ഒരു പ്രത്യേകതയുള്ള അത്ഭുത സിദ്ധിയിലൂടെ ദൈവം തന്റെ പക്ഷത്തുണ്ട് എന്ന് വെളിപ്പെടുത്താം. വാസ്തവത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തേണ്ട വഴി എന്താ?
അത് ജീവിതത്തെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. സഹനമാർഗത്തിലൂടെ കഷ്ടതകളെയും ക്ലേശങ്ങളെയൊക്കെ എങ്ങനെ അതിജീവിക്കുന്നു, എങ്ങനെ സ്വയം നിസ്സാരനായി പരിഗണിക്കുന്നു, അപമാനമേൽക്കുമ്പോൾ ഒലഞ്ഞു പോകാതിരിക്കുന്നു, എല്ലാവർക്കും വേണ്ടി വിഡ്ഢിയായി മാറുന്നു, ജീവിതം എങ്ങനെ ഒരാൾക്ക് ഏറ്റവും നിസ്സാരമാക്കി കരുതാനും മറ്റുള്ളവരാണ് പ്രധാനമെന്ന് പ്രഖ്യാപിക്കാനും കഴിയുന്നു എന്നുള്ളിടത്താണ് യഥാർത്ഥത്തിൽ ദൈവം ഒരാളെ സ്പർശിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകുക. ഇനി ഈ ആൾദൈവങ്ങളെ കണ്ടുപിടിക്കാനുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾ ഒരു വ്യക്തിയെയും കുറിച്ചല്ല പറയുന്നത്. ഈ സമാന സ്വഭാവമുള്ള ആളുകൾ ഒരുപക്ഷെ ഈ കേൾക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. അങ്ങനെ തോന്നുന്നത് വാസ്തവത്തിൽ തെറ്റിദ്ധാരണയൊന്നുമല്ല, അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുള്ളത് കൊണ്ടാണ്. ഇതാരെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല, സ്വയം തിരിച്ചറിയാനും ഇത്തരം കാപഢ്യങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കാനും വേണ്ടിയാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു, എല്ലാവരിലും ദൈവം വസിക്കുന്നു, ദൈവം നമ്മുടെ പക്ഷത്താണ്. അങ്ങനെ നമ്മിൽ ജീവിക്കാൻ വേണ്ടിയാണ് അവൻ കുരിശിൽ യാഗമായത്, ആത്മാവിനെ നമുക്ക് നൽകിയത്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നു, യേശു നമ്മിൽ വസിക്കുന്നു. ആ യേശുവിൽ ജീവിതം അർപ്പിക്കുക എന്ന ദൗത്യത്തിൽ പുരോഗമിക്കാനാണ് വിശ്വാസം, കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ളതല്ല. ഈ ആൾദൈവങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർ സ്വയം എക്സെൻട്രിക് ആയിട്ട് പ്രഖ്യാപിക്കും, എക്സെൻട്രിക് ആയിട്ട് ജീവിക്കും. അവരുടെ സംഭാഷണമൊക്കെ അങ്ങനെയായിരിക്കും. ദൈവം തങ്ങളെ നേരിട്ട് കണ്ടുവെന്നും തങ്ങളോട് സംസാരിച്ചെന്നും ഒക്കെ പറയും. സ്വർഗത്തിലേക്ക് പോയി, സ്വർഗം കണ്ടു, നരകം കണ്ടു, തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ കാണുന്നില്ലേ. ലോകമൊക്കെ വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞാൽ അവർക്ക് അതിലെ യാതൊരു കുലുക്കവും ഇല്ല. അങ്ങനെ വിഡ്ഢികളാകുന്നതിൽ അവർക്ക് വലിയ വിഷമവും ഇല്ല. എങ്കിലും അവരത് പറഞ്ഞുകൊണ്ടിരിക്കും. ശുദ്ധീകരണാത്മാവ് വന്നു, കുർബാനയ്ക്കിടെ കണ്ടു, ഞാനിങ്ങനെ സ്വർഗം വരെ പോയി, എന്നിട്ട് തിരിച്ചു വന്നതാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ വിശ്വാസത്തിന് നേർ വിപരീതമായ കാര്യമാണ് ഈ പറയുന്നത്. സ്വർഗത്തിലേക്ക് പോയിട്ട് തിരികെ വരാൻ സാധ്യമല്ല. അല്ലെങ്കിൽ ഇവിടെയൊക്കെ കണ്ടിട്ട് തിരിഞ്ഞു വരാനായിട്ട് ഒരു ടൂറിസം അല്ല നിത്യത. പക്ഷെ ഇത് പറയും. വിശുദ്ധാത്മാക്കൾക്കുണ്ടായ ചില അനുഭവങ്ങളെ കുറിച്ചൊക്കെ അവർ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ വായിച്ചിട്ടാണ് അതിനോട് താതാത്മ്യപ്പെടുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. വിശുദ്ധാത്മാക്കൾ അങ്ങനെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയവരാണോ എന്ന് ചോദിച്ചാൽ പമ്മത്രസ്യ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരാളാണ് താനെന്ന് പറയുന്നുണ്ട്. പക്ഷെ തന്റെ പേരല്ല പറയുന്നത്, ഒരാളെ എനിക്കറിയാമെന്നാണ്. അങ്ങനെ മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരാളെ എനിക്കറിയാമെന്ന് പൗലോസ്ലിയും പറയുന്നുണ്ട്. അത് പൗലോസ്ലിയാണെന്ന് പൗലോസ്ലിയോ പറയുന്നില്ല. തങ്ങൾക്കുണ്ടായ ദൈവാനുഭവങ്ങൾ തങ്ങളുടേതാണെന്ന് ഒരിക്കലും ഒരു വിശുദ്ധാത്മാവും അവകാശപ്പെട്ടിട്ടില്ല. അവരതിനൊക്കെ ചെറുതായിട്ട് കാണുകയാണ് ചെയ്തത്. പക്ഷേ അവർക്കുണ്ടായ അനുഭവങ്ങൾ പിന്നീട് എഴുതി വയ്ക്കപ്പെടുകയും മറ്റുള്ളവർ പറഞ്ഞ് ലോകത്ത് പ്രചരിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറെ അതിഭാവകത്വങ്ങളൊക്കെ അതിനോട് ചേർന്നിട്ടുണ്ടാകാം. അതെല്ലാം വിശ്വസിക്കുകയും അതെല്ലാം തങ്ങൾക്കുണ്ട് എന്ന് ഭാവിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ഈ ആൾദൈവമായി ചമയുന്ന ആൾക്കുണ്ടാവും. ഒരുപക്ഷെ അവർ പോലും അറിഞ്ഞുകൊണ്ടാകണം അതൊന്നില്ല. അത് മനസ്സിന്റെ ഒരു കളിയാണ്. സ്വയം ഇതൊക്കെയായിട്ട് താതാത്മ്യപ്പെടുന്നതായിട്ട് അനുഭവിക്കുകയും ഒരുപക്ഷെ അവരുടെ അതീന്ദ്രിയമായ അനുഭവങ്ങൾ, ഇന്ദ്രിയപരമല്ലാത്ത അനുഭവങ്ങൾ, മനസ്സിന്റെ ഒരു കളി കൊണ്ട് അവർക്ക് ഇതൊക്കെ തങ്ങൾക്കുള്ളതായിട്ട് തോന്നിയേക്കാം. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ദൈവികമായ ബന്ധത്തിൽ നിന്നാണ് അത്തരം അനുഭവങ്ങളെങ്കിൽ അതവർ വെളിപ്പെടുത്തില്ല, അത് രഹസ്യമാക്കി വയ്ക്കും. അത് പരസ്യമാകുന്നതിന്റെ പുറകിലുള്ളത് തങ്ങൾ ആൾദൈവങ്ങളായി സ്വയം ചമയുന്നു എന്നതിന്റെ അടയാളമായിട്ടാണ്. ഇത്തരം ആൾദൈവങ്ങൾ ചമയുന്ന ആളുകൾ ഒരു ലോജിക്കില്ലെങ്കിലും തങ്ങൾ കിണങ്ങുന്ന രീതിയിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കും. തങ്ങൾക്ക് പ്രിയമെന്ന് തോന്നുന്ന തങ്ങളുടെ അഭിപ്രായങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി ദൈവവചനത്തെ ഓരോ ഇടങ്ങളിൽ നിന്ന് പിക്ക് ചെയ്തെടുത്ത് തങ്ങളുടെ അഭിപ്രായങ്ങളുടെ പുറകിൽ ചേർത്ത് വയ്ക്കും. പ്രത്യേകിച്ച് നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഭൂരിപക്ഷം പേരും അത്തരക്കാർ ചെയ്യുന്നത് പഴയ നിയമങ്ങൾ ഉദ്ധരിച്ച് സംസാരിക്കുക. പുതിയ നിയമത്തിലേക്ക് അവർ വരില്ല. കാരണം യേശുക്രിസ്തുവിലേക്ക് വന്നാൽ പിന്നെ അങ്ങനെ ഒരു അതിഭാവുകത്വത്തിന് ഇടമില്ല. അതുകൊണ്ട് അത്തരക്കാർ ചെയ്യുന്ന ഒരു പ്രധാന ജോലി, അവർ പഴയ നിയമത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അടർത്തിയെടുത്ത് സ്വന്തം വ്യാഖ്യാനങ്ങൾ സൃഷ്ടിച്ച് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കും. കുടുംബവൃക്ഷം, തലമുറ ശാപം, അതേപോലെ പൈശാചിക ബാധകൾ, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളെക്കുറിച്ച് ഇത്തരക്കാർ പഠിപ്പിക്കും. അവർ പഠിപ്പിക്കുന്നത് ഒരു ലോജിക്കുള്ള കാര്യമായിരിക്കില്ല, പക്ഷെ അതാണ് വിശ്വാസത്തിന്റെ പരമമായ സത്യമെന്ന നിലയ്ക്ക് അവർ പഠിപ്പിക്കും.
അങ്ങനെയാണ് വീടിനകത്ത് പിശാചുണ്ട്, വെക്കുന്ന ചിത്രങ്ങളിലൂടെ പിശാച് കടന്നു വരും എന്നിത്യാദിയുള്ള സാങ്കല്പികമായ തങ്ങളുടെ തോന്നലുകളെ വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളുമായി ചേർത്ത് വെച്ച് അവതരിപ്പിച്ച് അവയൊക്കെ സത്യമാണെന്ന രീതിയിൽ അവർ പ്രഖ്യാപിക്കും. അവർ പറയുന്നത് വിശ്വസിക്കാൻ അനേകരുണ്ടാകും. ഈ മന്ദതയിലേക്ക് അനേകരെ കൊണ്ടുപോവുകയാണ്, യഥാർത്ഥ വിശ്വാസത്തെ അകറ്റുകയാണ് ഇത്തരക്കാർ ചെയ്യുക. ഇത് അതിന്റെ ഒരു ലക്ഷണമാണ്. തങ്ങൾക്ക് ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടായി എന്ന കാര്യം മറ്റൊരാളുടെ പറയാൻ സാധ്യമല്ല. ഇന്നലെ കർത്താവ് എൻ്റെ അടുത്ത് വന്നു, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഈ ലോകത്തോട് പറയുന്നത് ഒരു മൗഢ്യമാണ്. കാരണം എനിക്ക് 100 കുറവുള്ളതായിട്ട് ലോകം കാണാം. ആ ലോകത്തിന് മുൻപിൽ ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തെ പോലും അപ്രസക്തമാക്കി കളയും. വിശ്വാസം ക്ഷയിപ്പിക്കാനാണ് അവ ഉപകരിക്കുക. നിരന്തരം കോപിക്കുകയും കലഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ ദൈവം എന്നെ കാണാൻ വരുന്നുണ്ട്, ദൈവം എന്റെ ശരീരത്ത് കൂടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചുറ്റുമുള്ള ആളുകൾ കോപിഷ്ഠനായ ശപിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ സങ്കല്പിക്കാനിടയാകില്ലേ? അപ്പൊ യഥാർത്ഥ സ്നേഹമായ ദൈവത്തെ ലോകത്ത് അവതരിപ്പിക്കുന്ന ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തിയാണത്. പക്ഷെ അവരിത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മറ്റുള്ളവർ സുഖപ്പെട്ടു, താൻ മൂലം അനേകർ സുഖപ്പെട്ടു തന്റെ കരങ്ങൾ വഴി. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായി, ദൈവം ഇടപെട്ടു. ഞാനാണെന്ന് ഒരിക്കലും അവർ പറയില്ല. ദൈവം ഇടപെട്ടു, അത്ഭുതം സംഭവിച്ചു. ഞാൻ കരം വെച്ചപ്പോ ഒരു അത്ഭുത ശക്തി എന്നിലൂടെ കടന്നുപോയി. മുമ്പിൽ നിന്നിരുന്നയാൾ മറിഞ്ഞു വീണു, അയാൾക്ക് രോഗമുണ്ടായിരുന്നത് മാറി. ഇത് ലോകത്തോട് പറയും. അങ്ങനെ സെൽഫ് പ്രൊജക്ഷൻ എവിടെ വരുന്നുണ്ടോ അവിടെ നമ്മൾ തിരിച്ചറിയണം അതൊരു ആൾദൈവ സ്വരൂപമാണ്. ചിലരൊക്കെ നമ്മൾ കാണും, അവർ തങ്ങളുടെ പേരിന് പകരം സർവനാമം ഉപയോഗിക്കും. ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് മാറും, തങ്ങളല്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ചെയ്തു, അച്ഛൻ അങ്ങനെ ചെയ്തു, ബ്രദർ ഇങ്ങനെ ചെയ്തു, ബ്രദർ അങ്ങനെ ചെയ്തു, ബ്രദർ പറയുന്നു എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ സിസ്റ്റർ പറയുന്നു, സിസ്റ്ററെ തൊട്ടപ്പോ സിസ്റ്ററോട് ദൈവം പറഞ്ഞു എന്നൊക്കെ തങ്ങളുടെ പേരിന് പകരം അവർ ഈ നാമങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. ഇതൊരു ആൾദൈവ സൂചനയാണ്. അവർ സ്വയം അങ്ങനെ വിളിക്കുകയും മറ്റുള്ളവർക്ക് അങ്ങനെ വിളിക്കുന്നു എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ളത് തങ്ങളുടെ പേരിനും അതീതനായി മാറിയിട്ടുണ്ട്, വ്യക്തിത്വത്തിന് അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളിങ്ങനെ എല്ലാവരുടേതുമായി മാറിയിട്ടുണ്ട് എന്ന് സ്വയം പ്രഖ്യാപിക്കലാണ്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ കരുതിയേക്കാം, പലപ്പോഴും ബ്രദർ മാർട്ടിൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഞാനൊരു സഹോദരൻ എന്ന നിലയ്ക്കാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾ എന്നെ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഒരാളായിട്ട് കരുതണ്ട. ബലഹീനതകളും കുറവുകളും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യൻ, നിങ്ങളെക്കാൾ പലപ്പോഴും തരംതാണ രീതിയിൽ ജീവിക്കുന്ന, കുറവുകൾ ഏറെയുള്ള ഒരാൾ. അത് ഒരു വിനയത്തിന്റെ പൊങ്ങച്ചായിട്ട് പറയാൻ വേണ്ടിയല്ല. എന്നോട് അടുത്ത ആളുകൾക്കൊന്നും ഞാൻ പലപ്പോഴും പ്രിയപ്പെട്ടവനായിട്ട് മാറിയിട്ടില്ല. എന്നോട് ഇടപെട്ട ആളുകൾക്ക് നല്ല അനുഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് അവകാശവാദമില്ല. എനിക്ക് തന്നെ അറിയാം പലപ്പോഴും പലരും വേദനിച്ചിട്ടുള്ളതും വിഷമിച്ചിട്ടുള്ളതും ഒക്കെ എനിക്കറിയാം. ഒട്ടും നല്ലവനാണെന്ന് എനിക്ക് സ്വയാഭിപ്രായമില്ല. കാരണം ഞാൻ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എന്റെ പോരായ്മ അറിയുന്നുണ്ട്. ആ പോരായ്മയോടുകൂടി നിങ്ങളോട് ഞാൻ പറയുന്നത് എന്റെ കാര്യമല്ല, ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളും സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്നെ ആരെങ്കിലും ബ്രദർ എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പരിവേഷം നിലനിൽക്കുന്നത് കൊണ്ട് ഒരു വിഷമാണ് ഉള്ളിലുള്ളത്. ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് കാണുമെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സംഭാഷണത്തിന് പോലും അർത്ഥമുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റും. എന്റെ കുറവുകളോടും പരിമിതികളോടും ഒക്കെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റും. ആൾദൈവ സ്വരൂപങ്ങളിൽ മറ്റൊരു വിഭാഗം നന്മപരമായിട്ട് കാണപ്പെടുന്നവരാണ്. അനേകം നന്മകൾ ചെയ്യുന്നു, അനേകരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നു, ഞാനിങ്ങനെ ഉദാരമതിയാണ്, ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതാണ് നന്മയുടെ വഴി എന്ന് പറയുന്ന കുറെ ആളുകൾ നമ്മൾ കാണും. അവരുടെ ജീവിതം പരിശോധിച്ചാൽ ഒരു ആസ്തിയും ഇല്ലാതിരുന്ന ആളുകൾ ബെൻസ് കാറിലും വലിയ വലിയ ആഡംബര ഹർമ്മ്യങ്ങളിലും ഒക്കെ ജീവിക്കുകയും വലിയ സുഖഭോഗങ്ങളിലേക്കൊക്കെ മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരു ജോലിയും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല. ചെയ്യുന്ന ജോലി എന്താണ്? ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ച് ആർക്കെങ്കിലും ഒക്കെ കൊടുത്ത് അതിന്റെ പങ്കൊക്കെ പറ്റി ജീവിക്കുന്ന ആളുകളാണ്. നന്മപരമായിട്ട് സ്വയം അവതരിക്കുന്ന ആളുകൾ, ഒത്തിരി ചാരിറ്റി ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ ക്രൈസ്തവികത ഒരു ചാരിറ്റിയെ കുറിച്ചല്ല പറയണേ, സ്വയം കൊടുക്കാനാ പറയണേ. നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, നിങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് നിങ്ങളിലൂടെ പൂർത്തിയാകേണ്ട കാര്യമാണ്. അതിന്റെ ഇടനിലക്കാരന്റെ ആവശ്യമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. വാസ്തവത്തിൽ
ഈ നന്മപരമായിട്ട് കാണുന്നയാള് മറ്റു മാർഗങ്ങളിലൂടെ അല്ലാതെ വേറൊരു തരത്തിൽ സ്വയം പ്രൊജക്റ്റ് ചെയ്യാണ്. സെൽഫ് പ്രസന്റേഷൻ ആണ് നടക്കുന്നത്. സുവിശേഷമല്ല പറയുന്നത്, സ്വവിശേഷമാണ്. പുരോഹിതർ ശരിക്കും ഇടയന്മാരാണ്, ഇടനിലക്കാരല്ല. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു ഭാഗമായി നിൽക്കുകയല്ല അവർ ചെയ്യുന്നത്. ക്രിസ്തുവിനെ അവതരിപ്പിക്കുക, സ്വയം ഉപേക്ഷിക്കാനായിട്ട് തങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുകയാണ്. ഇനി പ്രവചന സ്വഭാവമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇപ്പൊ ട്രംപ് ജയിക്കുമെന്ന് പറഞ്ഞ ആളുകൾ, ട്രംപിലൂടെ നന്മ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ, ലോകാവസാനത്തെക്കുറിച്ചും പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും തങ്ങൾക്ക് അറിവ് കിട്ടിയെന്ന് പറയുന്നവർ, മാതാവ് പ്രത്യക്ഷപ്പെട്ടു, തിരി തന്നു, പച്ചത്തിരി നീലത്തിരി നിങ്ങൾ മാറി മാറി കത്തിച്ചു പിടിക്കണം എന്ന് മാതാവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. പരിശുദ്ധമായി ഒലിവണ്ണ നിങ്ങൾ ബുധനും ശനിയും കഴിച്ചാൽ രോഗം മാറുമെന്ന് പറയുന്നവർ. ഇനി രണ്ടാമത്തെ ഘട്ടം ഒരു അനുചര സംഘത്തെ സൃഷ്ടിക്കുകയാണ്. ഈ അനുചരന്മാർ നിരന്തരം ഇവരെ കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. സാക്ഷിയൊക്കെ ഇവര് തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചാരം നേടുന്ന ഇക്കാലത്ത് ഇത്തരം നിരവധിയായ പ്രഘോഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ പ്രഘോഷണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രവൃത്തിയാണ്. ഒരു പ്രൊപ്പഗൻഡ അതിന് ചുറ്റും ഉണ്ടാക്കിയിട്ട്. ഇനി ചില ആളുകൾ ആശ്രമങ്ങളും ധ്യാന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടാക്കി അത് തങ്ങളുടെ തന്നെ അധീനതയിലാക്കും. അത് തങ്ങൾക്കുള്ളതല്ല എന്ന് പറയാൻ വേണ്ടി കോൺഗ്രിഗേഷനുകളോ സ്ഥാപനങ്ങളോ ഒക്കെ സൃഷ്ടിക്കും. ഇത്തരം ഭൗതികമായ സ്ട്രക്ചറുകൾ ഉണ്ടാക്കുകയും ആൾബലം വർദ്ധിപ്പിക്കുകയും ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന, സാക്ഷ്യങ്ങൾ പറയിപ്പിച്ച് അവയൊക്കെ ഇങ്ങനെ പ്രചാരം നേടാൻ വേണ്ടി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം യഥാർത്ഥത്തിൽ ക്രൈസ്തവ ധാർമ്മികതയ്ക്ക് എതിരായി ജീവിക്കുന്നവരാണ്. അവർ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിനെ അല്ല. ചിലറ്റും പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കുടുക്കുകളിൽ പോയി പെടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവം നമ്മിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കുന്നു. ദൈവാനുഗ്രഹം ഓരോരുത്തർക്കുമായി ദൈവം നൽകിയിട്ടുള്ളതാണ്. കൂദാശയിൽ അധിഷ്ഠിതമായ ജീവിതം നമ്മൾ നയിക്കണം. വിശ്വാസാധിഷ്ഠിതമായ ജീവിതം നയിക്കണം. വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതം ക്രിസ്തുവിലായി തീരാൻ. പ്രഘോഷണ മേഖലയിലൊക്കെ നമ്മൾ കാണേണ്ടത് സുവിശേഷത്തെ കേൾക്കുകയാണ്. ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെയുള്ള പാച്ചിലുകളാണ് ഈ ആൾ ദൈവങ്ങൾക്ക് ചിരപ്രതിഷ്ഠ നൽകുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ഇനി ഇത്തരം ആളുകൾ ചെയ്യുന്ന വേറൊരു കാര്യം സഭയെ സഹായിക്കലാണ്. എനിക്കറിയാവുന്ന കേരളത്തിലെ ഒരു പിശാച് പിടുത്തക്കാരൻ, അദ്ദേഹത്തിന്റെ പ്രധാന പണി പിശാചിനെ പിടിക്കില്ല. സുവിശേഷമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിശാചിനെ പിടിക്കില്ല. വചനം മാത്രം പറയും, വേറൊന്നും പറയില്ല. അദ്ദേഹം 1,00,000 രൂപയാണ് അന്ന് കേരളത്തിലെ ഒരു മെത്രാന് നൽകിയത്. അൽമായർ എന്നങ്ങനെ ശുശ്രൂഷ ചെയ്യരുത്, അയാളുടെ തലേ കൈ വെക്കരുതെന്ന് പറയുന്ന ഒരു കാലത്താണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അതിന് 1,00,000 രൂപ സംഭാവന കൊടുത്തു. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ വിദേശത്ത് പോയി സുവിശേഷം പറയുമ്പോൾ കേരളത്തിലെ മെത്രാന്മാർക്ക് പണം കൊടുത്തുകൊണ്ടിരുന്നു. മെത്രാന്മാർ ഇത് മേടിക്കുന്നത് സംഭാവന കൊടുക്കുന്നു, നല്ല മനുഷ്യൻ എന്ന നിലയ്ക്ക് മേടിക്കുന്നത്, അവർ അതിനുകൊണ്ട് മേടിക്കുന്നതല്ല. പക്ഷെ ഈ നല്ല പിള്ള ചമയലിന്റെ പുറകിലുള്ളത് എന്താണ്? അത് തങ്ങളെ ചോദ്യം ചെയ്യരുത്, തങ്ങൾക്കെതിരായി നിൽക്കരുത്, അതിനുള്ള ഒരു ഉപഹാരമാണ്. എനിക്കറിയാവുന്ന ഒരു ദേവാലയത്തിൽ ഇപ്രകാരം വെളിപാടുകൾ ഉണ്ടായി, തേനൊഴുകുന്നു, പാലൊഴുകുന്നു, സുഗന്ധം വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സഹോദരി 1,00,000 രൂപ ആ ഇടവക ദേവാലയത്തിന് കൊടുത്തു. അത് വിമർശനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചുറ്റുമുള്ളവരെയൊക്കെ സ്വാധീനിക്കുന്ന പ്രവൃത്തിയാണ്. സാധാരണ രീതിയിൽ ഇടവക വികാരി ഇടപെടുമല്ലോ. അങ്ങനെ ഇടപെട്ടപ്പോ ആ സഹോദരി അദ്ദേഹത്തെ ശപിച്ചു. പിന്നീട് അദ്ദേഹം അസുഖബാധിതനായി മരിക്കുമ്പോൾ അവർ പറഞ്ഞു വരുത്തിയത് അവരെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് ദൈവം ആ പുരോഹിതനെ ശിക്ഷിച്ചതെന്നാണ്, ദൈവം കൊടുത്ത അടിയാണെന്നാണ്. ഇപ്പൊ മനസ്സിലായില്ല ആത്മീയത എന്താണെന്ന്. അതായത് തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഒരു ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും മെത്രാന്മാരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക, മെത്രാന്മാരൊന്നിച്ച് സംസാരിക്കുന്നതായി കാണിക്കുക, ഫോട്ടോ പ്രസിദ്ധീകരിക്കുക, അതൊക്കെ ചെയ്യുന്നതിന്റെ പുറകിലുള്ളത് ഇവരുടെ അംഗീകാരത്തോടു കൂടിയാണ് താൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനും ആരാലും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണ്. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, ഇത്രയുമൊക്കെ പറഞ്ഞത് ആരെങ്കിലും അപമാനിക്കാനോ ആരെങ്കിലും ചെറുതാക്കി കാണിക്കാനോ വേണ്ടിയല്ല. ശുശ്രൂഷ മേഖലയിൽ ഉണ്ടാകാവുന്ന ഒരു പ്രലോഭനമാണ് സ്വയം ആളായിത്തീരാനുള്ള ഒരു പ്രവണത, വെള്ളി വെളിച്ചുണ്ടാകാനുള്ള പ്രവണത. അത് സ്വാഭാവികമാണ്.
പക്ഷെ നാം തിരിച്ചറിയേണ്ടത് നിസ്സാരരായ മനുഷ്യരാണ്, അല്പകാലമേ ഭൂമി ജീവിക്കൂ. ഈ ജീവിക്കുന്ന കാലത്ത് ക്രിസ്തുവിനെ ലോകത്തോട് പറയാനും ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുമാണ് നമ്മുടെ ദൈവവിളി. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവർ ആത്മനാശത്തിൽ പതിക്കും. അവരെ പിന്തുടരുന്നവരും. കാരണം എന്താ? കാരണം അവർ യഥാർത്ഥമായ ക്രിസ്തുവിന്റെ പ്രകാശത്തിലല്ല, അന്ധവിശ്വാസത്തിലാണ്. അതുകൊണ്ട് കാര്യം കാണാൻ വേണ്ടി ചെപ്പിടി വിദ്യകൾ കാട്ടുന്നവരുടെ പിന്നാലെ പായുന്ന പ്രകൃതം വിശ്വാസികൾ അവസാനിപ്പിക്കണം. അത്തരം കേന്ദ്രങ്ങൾ പെരുകി വരികയാണ്. അങ്ങനെയാണ് ഉടമ്പടി എടുക്കുക, ധ്യാനം കൂടുക, ശാപമോചനം കിട്ടാൻ വേണ്ടി മണ്ണ് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുക. ആ മണ്ണ് കൊണ്ടുവന്നിട്ടാൽ നിങ്ങളുടെ വീട്ടിന്റെ കടം മാറിപ്പോകും, നിങ്ങളുടെ തെങ്ങുകൾ കായ്ക്കും എന്നൊക്കെ വിശ്വസിക്കുക. ഇങ്ങനെ മന്ത്രവാദ സമാനമായ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആൾദൈവങ്ങളുടെ പിന്നാലെ പായുന്നൊരു പ്രകൃതം നമ്മുടെ സമൂഹത്തിലുണ്ട്. ക്രൈസ്തവേതരമായ ഒരു സങ്കല്പമാണ് ആൾദൈവം. നമുക്കൊരു ദൈവമേ ഉള്ളൂ, ക്രിസ്തു. നമ്മൾ ഓരോരുത്തരും ലോകത്തെ ശുശ്രൂഷിക്കേണ്ടവരാണ്. രാജകീയ പുരോഹിതഗണമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ ആയിരിക്കുന്നത്? അത് ലോകത്തിന് മുഴുവനും വേണ്ടി ഉപ്പായി മാറാൻ വേണ്ടിയാണ്, വെളിച്ചമായി മാറാൻ വേണ്ടിയാണ്. നമ്മൾ ആരൊന്നും വേർപെട്ട് നല്ലവരായി ജീവിക്കുകയല്ല, എല്ലാവർക്കും വേണ്ടിയായിട്ട് സ്വയം അർപ്പിക്കുന്നതിലൂടെ എല്ലാവരിലുമായി തീരുകയാണ്, സകലർക്കും വേണ്ടി മോചനദ്രവ്യമായി മാറുകയാണ് നമ്മുടെ ദൈവവിളി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ടാകാം, എതിർപ്പ് തോന്നാം. അങ്ങനെ തോന്നിയാൽ കമന്റ് ചെയ്യാൻ മടിക്കണ്ട. നിങ്ങൾ പറയണം ഞാൻ പറഞ്ഞതിന്റെ പെശക് എന്താണെന്ന്. എന്റെ പെശകുകളെ കുറിച്ച് നിങ്ങൾ പറയണ്ട, എനിക്ക് തന്നെ അറിയാം. ഇനി നിങ്ങളത് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. കുറവ് ഏറെയുള്ള ഒരാളാണ് ഞാൻ. പൂർണ്ണമായ ബോധ്യത്തോടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ക്രിസ്തുവിലായിത്തീരുന്ന ഓരോരുത്തരും ദൈവത്തെ ഹൃദയത്തിൽ കണ്ടും അവരിൽ കണ്ടും ജീവിക്കാൻ ആരംഭിക്കണം. സുവിശേഷ സത്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങണം. സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുന്നതിലൂടെ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കണം. അതാണ് എൻ്റെ അഭിലാഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, നല്ല വാക്കുകളാണ് ഞാൻ പറയുന്നതെങ്കിലും ജീവിക്കുന്നത് നല്ലവനായിട്ടല്ല എന്ന ബോധ്യത്തോടെ തന്നെയാണ്. നമുക്കൊക്കെയുള്ള കുറവുകൾക്ക് പരിഹാരമായി ക്രിസ്തു ഉണ്ട് എന്നതാണ് നമ്മുടെ ബലം. വിശുദ്ധാത്മാക്കൾ നടന്നൊരു വഴിത്താര നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു സാധ്യത. ആ വഴിയിലൂടെ നമുക്ക് മുൻപോട്ട് ചരിക്കാം. ഇത്തരം ആൾദൈവ സ്വരൂപങ്ങളെയും വിശ്വാസവിരുദ്ധമായ രീതികളെയും നമുക്ക് കൈവിടാം. ക്രിസ്തുവിൽ പ്രത്യാശയിൽ ഉറയ്ക്കാം. എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഉപാധിയായി ദൈവത്തെ കാണാതെ ദൈവേഷ്ടത്തെ പ്രതിയുള്ളതായി എന്റെ ജീവിതം മാറാൻ, ദൈവേഷ്ട വിരുദ്ധമായ ആഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ, എന്റെ ഇഷ്ടങ്ങളെ ദൈവത്തിൽ അർപ്പിക്കുകയും ദൈവേഷ്ടങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് തുണയും സമാധാനവുമാകാൻ എന്നെ കരുത്തുള്ളവനാക്കണമേ എന്ന്, കരുത്തുള്ളവളാക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.